ദീപക്കെന്ന് രക്ഷപ്പെടാൻ തന്നെയാവും അവരിങ്ങനൊരു കടുത്ത തീരുമാനം. പണവും പ്രതാപവും ഇല്ലെങ്കിലും രാജുവിന് നല്ലൊരു മനസ്സുണ്ട്. അതാ ഒരു ആശ്വാസം. എന്തായാലും അവരൊക്കെ കൂടെ വന്ന് പൂജയ്ക്ക് ക്ഷണിച്ചതല്ലേ, പോയേക്കാം. ആരും അറിയാതെ പോയേക്കാം. രാജുവും ഋതുമോളും ഒക്കെ ചെയ്തത് തെറ്റ് തന്നെയാ. എന്നുവെച്ച് അവരങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. അവരുടെ ക്ഷേമത്തിന് നടത്തുന്ന പൂജയല്ലേ. എല്ലാരും കൂടെ ഒന്ന് ക്ഷണിക്കുകയും ചെയ്തു. വേറെ ആരും ഇവിടുന്ന് പോവാനിടയില്ല. അപ്പോ എല്ലാവർക്കും വേണ്ടി ഞാൻ തന്നെ പോയേക്കാം. അപ്പൂനെ ഋതുമോളെ രണ്ടായിട്ട് കാണാൻ പറ്റില്ല. അപ്പൂന്റെ ചേച്ചി അങ്ങനെ കാണാനാവും. പോവാം, എന്തായാലും പോയേക്കാം. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? പൂജ പോലും നമുക്കിട്ട് ഇത്രയും വലിയ പണി തന്നവരാ അവര്. എന്നിട്ട് അവരുടെ പൂജയ്ക്ക് പോവാനോ? എടാ, അവൾ ഇവിടുന്ന് പോയെന്ന് വെച്ചേ നമ്മുടെ വഴിയിന്ന് പൂർണ്ണമായി ഒഴുകിയൊന്നുമില്ല. പ്രതാപൻ എത്ര കണ്ട് കോപിച്ചാലും ഏത് വഴിക്ക് അകറ്റി നിർത്തിയാലും അവളും മാത്രമാ പ്രതാപന്റെ അവകാശി. പ്രതാപൻ അവളെ പടിയടച്ച് പിണ്ടം വെക്കുന്നത് വരെ നമ്മുടെ ജോലി അവസാനിക്കുന്നില്ല. അതിനുള്ള വഴികളെ നമ്മൾ പുതുതായി ഇട്ടുകൊണ്ടേയിരിക്കണം. അവിടുത്തെ പൂജയ്ക്ക് പോകുന്നതേ അനുഗ്രഹിക്കാനൊന്നും അല്ല, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനാ. അതനുസരിച്ചിട്ട് വേണം ബാക്കി പണി കൊടുക്കാൻ. നീ ഇങ്ങോട്ട് വന്നേ, വരാൻ. ഹലോ സർ, ഞാൻ കേരള കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. അടുത്ത ആഴ്ച ഞങ്ങളുടെ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യാമെന്ന് സാർ സമ്മതിച്ചിരുന്നു. തീയതിയും സമയവും സാർ പറയാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ ഒരു ഇൻഫർമേഷൻ ഇല്ല. ഹലോ ഹലോ സാർ, ഹലോ, കേൾക്കുന്നില്ല സാർ? അതെ, എന്റെ പ്രോഗ്രാംസ് ഒക്കെ ചാർട്ട് ചെയ്യുന്നത് ഒരു PA ആണ്. അയാള് കുറച്ച് ദിവസമായിട്ട് ലീവിൽ പോയിരിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം. പ്രോഗ്രാം ഷെഡ്യൂൾ നോക്കി അവർ നിങ്ങൾക്ക് സമയം തരും. ഓക്കെ, ശരി സാർ, ശരി, താങ്ക് യു. എല്ലാം അവന്റെ കയ്യിലാ. ഇതൊക്കെ അവൻ ചെയ്യേണ്ട കാര്യങ്ങളാ. ആ രാജു ഇനി ഇതൊക്കെ ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കണം. പ്രതാപം വിഷമിക്കണ്ട. ആ രാജു ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇനി ദീപക് ചെയ്തോളൂ. ഇവൻ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ പ്രതാപൻ ഒന്നിനും ചുമതലപ്പെടുത്തുന്നില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളല്ല അവൻ കൈകാര്യം ചെയ്തിരുന്നത്, വലിയ കാര്യങ്ങളാ. ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ. ശ്രദ്ധ പാളിയാൽ വലിയ പരാജയങ്ങളാവും സംഭവിക്കുക. അയ്യോ, ദീപകിന് ശ്രദ്ധയില്ലാന്ന് പ്രതാപന് തോന്നുന്നതാ. നീ ചുമതലകളൊക്കെ കൊടുത്തു നോക്ക്, അപ്പ അറിയാലോ. അകലേ നോവിനാലേ